26 സീറ്റുമായി ജയിക്കുന്ന ആം ആദ്മി പാർട്ടി, ക്ഷമിക്കണം, ആ 26 സീറ്റിൽ മാത്രം ജയിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ധനസുമോദ്, കോൺഗ്രസ് ഇത്തവണ അവിടെ ഒരു സീറ്റിൽ മാത്രം ലീഡ് ചെയ്യുന്നുണ്ട്. പല സീറ്റിലും കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് കണക്കുകൾ നമ്മൾ നേരത്തെ കണ്ടു. അതായത് കോൺഗ്രസിന്റെ ഒരു പ്രകടനം ആം ആദ്മി പാർട്ടിയെ എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്? കോൺഗ്രസ് അല്ല ഈ വിധത്തിൽ അവരെ തോൽപ്പിച്ചത്, ഈ വിധത്തിൽ BJPയെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നത് നിസ്തർക്കമായ കാര്യമാണ്. BJP അതിനാവശ്യമായ പണി മുഴുവൻ എടുത്തിട്ടുണ്ട്. എങ്കിലും ആപ്പിനെ ദുർബലപ്പെടുത്തുന്ന വിധത്തിൽ കോൺഗ്രസിന്റെ പെർഫോമൻസ് ഒരു ഫാക്ടറായിട്ടുണ്ടോ? ഇപ്പോൾ നിഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 3-4 സീറ്റുകളുടെ ഒരു മേധാവിത്വം മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ കോൺഗ്രസിനെ പ്രധാനമായും ഒരു വില്ലൻ റോളിലേക്ക് നമുക്ക് കാണിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ BJPയുടെ വിജയത്തിന് പല ഘടകങ്ങൾ കാരണമായിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ രാവിലെ 6 മണിക്ക് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞത് നിഷാദ് ഓർമ്മിക്കും. കാരണം 1-2 സീറ്റോ കോൺഗ്രസ് നേടും എന്നതിന്റെ അർത്ഥം ആം ആദ്മി പരാജയപ്പെടും, BJP അധികാരത്തിലെത്തും എന്നുള്ളൊരു കാര്യം നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു. കാരണം 1-2 സീറ്റിൽ കോൺഗ്രസ് വിജയിക്കുന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസ് ഒരു തിരിച്ചുവരവിനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം. അതുകൊണ്ട് ഒരു സീറ്റായിട്ട് മാത്രം ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. പല സീറ്റുകളിൽ രണ്ടാമതെത്തിയാൽ മാത്രമായിരിക്കും ആ ഒരു സീറ്റിൽ അവർക്ക് ജയിക്കാൻ കഴിയുക. ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കിക്കഴിയുമ്പോൾ അംബേദ്കർ നഗറിലെ കരോൾ ബാഗ് എന്നീ 2 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് അവിടെ രണ്ടാമതെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ അരവിന്ദ് കെജ്രിവാൾ ഇത്രയും ഈ അവസാന നിമിഷത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു ചൂടെങ്കിലും മുന്നോട്ട് വെക്കാൻ കാരണം. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത് BJP സ്ഥാനാർത്ഥി പർവേസ് വർമ്മയാണെങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഒരു വോട്ട് പിടിച്ചു മാറ്റാൻ സന്ദീപ് ദീക്ഷിതിന് കഴിഞ്ഞിട്ടുണ്ട്. മുൻ MP കൂടിയാണ് അദ്ദേഹം, ഷീലാ ദീക്ഷിതിന്റെ മകനാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് പല സ്ഥലത്തും നിർത്തിയിരിക്കുന്നത് അവർ പലപ്പോഴും മാപ്പ് പറഞ്ഞുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്. അതായത് ദളിത് വിഭാഗത്തിനോട് ഞങ്ങൾക്ക് അധികാരത്തിലിരുന്ന സമയത്ത് വലിയ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, ജാതി സർവേ നടത്താൻ കഴിഞ്ഞിരുന്നില്ല, അതിനെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഇനി അധികാരത്തിലെത്തിയാൽ ആ തരത്തിലുള്ള സർവേകളുമായി ജാതി സെൻസസുമായി മുന്നോട്ട് പോകും. ആ ചോദ്യം ചോദിക്കുന്നതിനോടൊപ്പം തന്നെ, കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടി മുന്നോട്ട് വെച്ചു. ഈ ജാതി സെൻസസ് എന്നുള്ളത് ഒരു ഇന്ത്യ മുന്നണിയുടെ ആവശ്യമാണ്. ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നിലപാടെന്താണ്? CA വിരുദ്ധ സമരത്തിൽ കോൺഗ്രസിനൊപ്പം തന്നെയാണ്, ന്യൂനപക്ഷ വിഭാഗത്തിനൊപ്പം തന്നെയാണ് കോൺഗ്രസ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്താണ് അരവിന്ദ് കെജ്രിവാളിന്റെ നിലപാട് തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം ചോദ്യം ചോദിക്കുകയാണ്. മാത്രമല്ല നമ്മൾ പലതവണ വാർത്തയായിട്ടുള്ളതാണ്, RSS മേധാവി മോഹൻ ഭാഗവതിന് അരവിന്ദ് കെജ്രിവാൾ കത്തയക്കുകയാണ്. പലപ്പോഴും BJPക്ക് വഴിപിഴയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കത്തയക്കുന്നത് മോഹൻ ഭാഗവതിലാണ്. അപ്പോൾ മോഹൻ ഭാഗവതിനോട് ഒരു വിധേയത്വം ഉള്ള ഒരാളാണ്. മാത്രമല്ല മോഹൻ ഭാഗവത് വിചാരിച്ചാൽ BJP തിരുത്താൻ കഴിയും എന്ന് മോഹൻ ഭാഗവത് ജി എന്ന് പറഞ്ഞിട്ട് ഒരു കത്താണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരിക്കെ പോലും അയക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക രംഗം താഴേക്ക് വരുന്നതിന്റെ പ്രധാന ഘടകം നമ്മുടെ നോട്ടിൽ ഗണപതിയുടെയും സരസ്വതിയുടെയും ലക്ഷ്മി ദേവിയുടെയും ഒന്നും ചിത്രമില്ലാത്തതാണ്. അതുകൊണ്ട് ആ ചിത്രം പതിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് BJP പോലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിന് അപ്പുറത്തേക്ക് ഒരു ഹിന്ദുത്വ മുഖം എടുത്ത് അണിയാനാണ് അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചത്. ഇതോടുകൂടി തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വലിയ തരത്തിലുള്ള വിശ്വാസ്യത അരവിന്ദ് കെജ്രിവാളിൽ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഉണ്ടായത്. മാത്രമല്ല ആ നഷ്ടപ്പെടുമ്പോൾ തന്നെ ഇപ്പുറത്ത് കോൺഗ്രസ് പാർട്ടി പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു കാര്യം, ഞങ്ങൾ ഏത് സമരത്തിലും ഉണ്ട്. മാത്രമല്ല പലപ്പോഴും ഈ അയോധ്യ, ബാബറി മസ്ജിദ് തുടങ്ങിയ വിഷയങ്ങളിൽ കോൺഗ്രസ് ആണ് സുപ്രീം കോടതിയിൽ പോയി കക്ഷി ചേരുന്നത് പ്രധാനപ്പെട്ട. അപ്പോൾ ഈ തരത്തിലേക്കുള്ള കോൺഗ്രസിന്റെ ഈ തരത്തിലുള്ള ഒരു മാറ്റം, ദളിത് വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ ശ്രമം, ഈ ജയ് ബാപ്പുവിനൊപ്പം തന്നെ ജയ് ഭീം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അംബേദ്കറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐക്കണാക്കി കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇതെല്ലാം ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും ഒരു ദളിത് വിഭാഗങ്ങൾക്കിടയിലും കോൺഗ്രസ് കാണുന്നത്, കോൺഗ്രസ് പലപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വിജയം മാത്രം ലക്ഷ്യമിട്ടല്ല, മറിച്ച് ജയിച്ചാലും തോറ്റാലും നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ന്യൂനപക്ഷവും ഇവിടുത്തെ ദളിത് വോട്ടുകളും ദളിത് വിഭാഗവും കേട്ടു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് സൂചന നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ 12 സീറ്റിലും
സംവരണ വിഭാഗത്തിലെ 12 സീറ്റിലും ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് BJP ആണ്. അവിടെ കോൺഗ്രസ് വലിയ തരത്തിലുള്ള വോട്ട് പിടിച്ച് മാറ്റിയത് കൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് ചുവട് പിഴച്ചിരിക്കുന്നത്.